വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 7ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ മാജിക് ഓഫ് സെൻസ് അല്ലെങ്കിൽ ഇന്ദ്രിയ ജാലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മലയാളം ഇംഗ്ലീഷും നോട്ട് ഇതിനകത്തിൽ എഴുതിയിട്ടുണ്ട്. എല്ലാ നോട്ടും ഉണ്ട് കേട്ടോ. അതായത് ലെറ്റേഴ്സസ് വരെ ഇട്ട എല്ലാ നോട്ടുകളും ഇതിനകത്തിലുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് അതിനെന്താ ആളിനെ ഒന്നും വേണ്ട, നമുക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം കുഞ്ഞുങ്ങളെ. ഒന്നാമത്തെ നമ്മൾ ഇന്നലെ അതിൻ്റെ മലയാളം ടെസ്റ്റ് നല്ലതുപോലെ വായിച്ചതാണ്, പകുതി മുക്കാലും വായിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഒന്ന്, വാട്ട് ആർ ദ സ്പെഷ്യൽ എബിലിറ്റീസ് ഓഫ് ദീസ് ക്രിയേച്ചേഴ്സ് ഓഫ് റെക്കഗ്നൈസ് ദെയർ സറൗണ്ടിങ്സ്? ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നതിന് ജീവികൾക്കുള്ള പ്രത്യേക കഴിവുകൾ എന്തെല്ലാമാണ്? ഒരു 5 ജീവിയുടെ പേര് പറഞ്ഞിട്ട് അതിൻ്റെ സ്പെഷ്യൽ എബിലിറ്റി, പ്രത്യേക കഴിവുകൾ എന്തൊക്കെയാണെന്ന് എഴുതാനാവുന്നില്ല കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അതായത് നോക്കിയേ, ഫസ്റ്റ് ഇത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ്റെ ഇത് നിങ്ങളുടെ ടെസ്റ്റിനകത്തിൽ ബോക്സിനകത്തിലാണ് തന്നിരിക്കുന്നത്. കണ്ടോ, ബോക്സിനകത്തിൽ തന്നിരിക്കുകയാണ്. ഇപ്പം പിടി കിട്ടിയോ? കണ്ടോ, ബോക്സിനകത്തിലാണ് ഇത് തന്നിരിക്കുന്നത്. കണ്ടോ, അതിനകത്തിൽ ഫസ്റ്റ് പരുന്ത്, അല്ല ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ഉണ്ട്. കണ്ടോ, പരുന്ത്, ഈഗിള്, ഐസ്, കണ്ണ്, ഫാർ സൈറ്റ് കേട്ടോ. ഫാർ സൈറ്റ് എന്ന് വെച്ചാൽ ദൂരെയുള്ള കാഴ്ചകൾ അറിയാൻ പറ്റും. ഇന്നലെ നമ്മൾ ഇതിൻ്റെ മലയാളം ഞാൻ ഇംഗ്ലീഷ് പുസ്തകം വായിച്ചിട്ട് മനസ്സിലാവാത്തവർക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഞാൻ ഇന്നലെ ഇതിൻ്റെ അതായത് ഫസ്റ്റ് പാർട്ടിനകത്തിൽ ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. ഇനി അതിൻ്റെ നോട്ടായിട്ടാണ് ഇത് പറയുന്നത്. ബട്ടർഫ്ലൈ, പൂമ്പാറ്റകളാണെങ്കിൽ അതിൻ്റെ കാലുകൾ, ലെഗ്സ് വെച്ചാണ് ടേസ്റ്റ്, രുചി അറിയുന്നത്. അതുപോലെ മുതല, ക്രോക്കോഡൈൽ, സ്കിന്ന്, ത്വക്ക്, സ്പർശനം, അതായത് ഈ മുതലയുടെ ഏതെങ്കിലും ഭാഗത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്യാൻ പെട്ടെന്ന് അറിയാൻ പറ്റുമെന്ന്. അതുപോലെ നായ, ഡോഗ്, ഇയർ, ചെവി, കേൾവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവിക്ക് എത്ര ഇതായിട്ടുള്ളതിനെയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് ഡോഗ്. കരടി, ബിയർ, നോസ്, മൂക്ക്, സ്മെല്ല്. കരടിക്ക് അതുപോലെയാണ് കേട്ടോ, മണം തിരിച്ചറിയാൻ, എന്ത് സ്മെല്ലും പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ കരടിക്കുണ്ട്. അപ്പോൾ 5 എണ്ണത്തിൻ്റെ പേരേ കൊടുത്തിട്ടുള്ളൂ. ആ 5 എണ്ണത്തിൻ്റെയും നോക്കിക്കേ ഓർഗൻസ് ഏതാണെന്ന് നോക്കിക്കേ. പരുന്തിന് ഐസാണ്, ബട്ടർഫ്ലൈക്ക് കാലുകളാണ്, മുതലയ്ക്ക് സ്കിന്നാണ്, നായയ്ക്ക് ഇയറാണ്, കരടിക്ക് നോസാണ്. മലയാളം ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത നോക്കിക്കേ. ഓക്കെ ആണോ ഞങ്ങളെ? അടുത്ത രണ്ടാമത്തത്, വിച്ച് ആർ ദ ഓർഗൻസ് ദാറ്റ് ഹെൽപ്പ് അസ് ടു അണ്ടർസ്റ്റാൻഡ് അവർ സറൗണ്ടിങ്? ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന അവയവങ്ങൾ ഏതെല്ലാം? നോക്കൂ ഞങ്ങളെ, ഈ 5 എണ്ണത്തിൻ്റെ കാര്യമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഏതൊക്കെയാ? ഐസ്, നോസ്, പിന്നെ ഐസ്, നോസ്, ടങ്ക്, സ്കിന്ന്, പിന്നെ ഓർമ്മയുണ്ടല്ലോ ഇയർ അല്ലേ. അതായത് 5 എണ്ണം നോക്കിയേ. കണ്ണെന്ന് പറയുന്നത് കാഴ്ചയ്ക്കാണ്. ഐസ്, സൈറ്റ്. നാക്ക്, നമ്മുടെ സെൻസ് ഓർഗൻസുകൾ ഏതൊക്കെയാണെന്നാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്നാണ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്നത്. ഈ 5 എണ്ണത്തിനെ കുറിച്ച് പഠിക്കാനാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അതായത് കണ്ണ് കാഴ്ചയ്ക്ക്, നാക്ക് രുചി അറിയാൻ, ചെവി കേൾവിക്ക്, മൂക്ക് മണമറിയാൻ, ത്വക്ക് സ്പർശനം, ഐസ് സൈറ്റ്, ടച്ച് സ്കിന്ന്, ഹിയറിംഗ് ഇയേഴ്സ്, സ്മെല്ല് നോസ്, ടേസ്റ്റ് ടങ്ക് കേട്ടോ. ഇത് നമ്മുടെ ടെസ്റ്റ് ബോക്സിൽ കിടപ്പുണ്ട്. ഇതെല്ലാം ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കേട്ടോ. നോക്കി എഴുതണേ. അടുത്ത, വാട്ട് ആർ സെൻസ് ഓർഗൻസ്? എന്താണ് സെൻസ് ഓർഗൻസ്? ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നാൽ എന്താണ്? ദ ഓർഗൻസ് ദാറ്റ് ഹെൽപ്പ് ദം ടു അണ്ടർസ്റ്റാൻഡ് ദ സറൗണ്ടിങ്സ്. ദീസ് ഓർഗൻസ് കാൾഡ് സെൻസ് ഓർഗൻസ്. ഏതൊക്കെയാണ് സെൻസ് ഓർഗൻസ്? ഐസ്, നോസ്, ഇയേഴ്സ്, ടങ്ക് ആൻഡ് സ്കിന്ന്. ഈ 5 എണ്ണത്തിനെ കുറിച്ചാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അത് ഞാൻ ഇപ്പോൾ എപ്പോഴും പറയുന്നത്, ഈ 5 സെൻസ് ഓർഗൻസുകളെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ. എന്ന് വെച്ചാൽ ഈ ഐസിൻ്റെ ഉപയോഗങ്ങൾ, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് സംരക്ഷിക്കാം, നോസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, ഈ 5 എണ്ണത്തിൻ്റെ ഫംഗ്ഷനുകളും അവ എന്തൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയാണ് അല്ലേ. നോക്കി, എന്താണ് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ? എന്നാൽ ദ ഓർഗൻസ് ദാറ്റ് ഹെൽപ്പ് ദം ടു അണ്ടർസ്റ്റാൻഡ് ദ സറൗണ്ടിങ്. ദീസ് ഓർഗൻസ് ആർ കാൾഡ് സെൻസ് ഓർഗൻസ്. ഐസ്, നോസ്, ഇയർ, ടങ്ക് ആൻഡ് സ്കിൻ ആർ ദ സെൻസ് ഓർഗൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്. ചുറ്റുപാടുകളെ, സറൗണ്ടിങ് എന്ന് വെച്ചാൽ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധതരം അവയവങ്ങളാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്.
പറയുന്നത്. കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മൂന്നാമത്തെ ഓക്കെ. അത് നമ്മുടെ ടെസ്റ്റിൽ ഒരു നീല ബോക്സിനകത്ത് തന്നിട്ടുണ്ട്. എന്താണ് സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നാൽ എന്ത്? അടുത്തൊക്കെ, ആർ ദ ഐസ് ഓഫ് അതർ ക്രിയേച്ചർ സിമിലർ ടു അവർ ഓൺ ഐസ്? നമ്മുടെ കണ്ണുകൾ പോലെ തന്നെയാണോ മറ്റ് ജീവികളുടെയും കണ്ണുകൾ? ആണോ? ആർ ദ ഐസ് ഓഫ് അതർ ക്രിയേച്ചർ സിമിലർ ടു അവർ ഓൺ ഐസ്? നമ്മുടെ കണ്ണുകൾ പോലെ തന്നെയാണോ മറ്റു ജീവികളുടെയും കണ്ണുകൾ? ആണോ കുഞ്ഞുങ്ങളെ? അല്ല. നോ. ഐസ് ഓഫ് അതർ ക്രിയേച്ചർ ആർ ഡിഫറെൻറ്റ് ഫ്രം ഫ്രം ഔട്ട് ഐസ്. അല്ല, പിന്നെന്താ? പല ജീവികളുടെയും കണ്ണുകൾ പല രീതിയിൽ ആയിരിക്കും കേട്ടോ. ഐസ് ഓഫ് അതർ ക്രിയേച്ചർ ആർ ഡിഫറെൻറ്റ് ഫ്രം ഔട്ട് ഐസ് കേട്ടോ. അടുത്തത് അഞ്ചാമത്തത്, ദോസ് വിത്ത് ഐസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹെഡ് എന്ന് വെച്ചാൽ എന്താ? തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ളവയും. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാ, എന്നാലും നോട്ട് അങ്ങ് തന്നതാണ് കേട്ടോ. എന്താണ്? ദോസ് വിത്ത് ഐസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹെഡ്. ഫ്രണ്ട് ഓഫ് ദി ഹെഡ് അതായത് തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ളവയും. അഞ്ചാമത്തെ ചോദ്യം കേട്ടോ. പിന്നെ ദോസ് വിത്ത് ഐസ് ഓൺ ദ സൈഡ് ഓഫ് ദി ഹെഡ്. സൈഡ് തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ളവയും ചോദ്യമാണ് ഇത് കേട്ടോ. ഏതൊക്കെയാണെന്നൊരു മൂന്നാലെണ്ണത്തിൻ്റെ പേര് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഏതൊക്കെയാണ് നിങ്ങളെ? മനുഷ്യന്, പൂച്ച, സിംഹം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എഴുതാം. ഇത് തന്നെ എഴുതണമെന്നില്ല. എന്ന് വെച്ചാൽ ഫ്രണ്ട് ഇന്നലെ ഞാൻ വരച്ചൊക്കെ കാണിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ വട്ടമുഖമുള്ള അല്ലേ, നമ്മളിപ്പോൾ സിംഹം, കരടി, കടുവ, പിന്നെ എന്താ കുരങ്ങന്, മനുഷ്യന്, ഇതെല്ലാം വട്ടമുഖം. അപ്പോൾ എന്താ അതിൻ്റെ മുഖത്തിൻ്റെ നമുക്കറിയില്ല, സൈഡ് ഇവിടെ നടുക്കായിട്ടാണ് വരുന്നത് അല്ലേ. അതേപോലെ എന്താ സൈഡിൽ വരുന്നതാണ് കൗവ്. നമ്മൾ പശുവിനെയൊക്കെ നോക്കുമ്പോൾ എന്താ ഇങ്ങനെ സൈഡ് തിരിഞ്ഞ് പശു നിൽക്കുമ്പോഴും നമുക്ക് ആ പശുവിൻ്റെ കണ്ണ് കാണാം അല്ലേ. പശു, മുയൽ, ആട്, കോഴി, മാന് ഇങ്ങനെയൊക്കെ ഉള്ളതല്ല, ഏതെങ്കിലും ഒരു മൂന്നാലെണ്ണത്തിൻ്റെ പേര് അറിഞ്ഞിരിക്കണം. സൈഡിൽ കണ്ണുള്ളവയും അതുപോലെ തന്നെ എന്താ നമ്മുടെ തലയുടെ മുൻവശത്ത് കണ്ണുള്ളവയും കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞാൽ. എന്നാലും ഓക്കെ. ഹൗ ഡസ് ദ പൊസിഷൻസ് ഓഫ് ദ ഐസ് ഹെൽപ്പ് ദീസ് ക്രിയേച്ചർ? കണ്ണുകളുടെ സ്ഥാനം ജീവികളെ എങ്ങനെ സഹായിക്കുന്നു? ഇതൊരു 3 മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കേട്ടോ. അതായത് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയക്കാർ നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ കേട്ടോ. അതുപോലെ തന്നെ മലയാളം മീഡിയം നോക്കിക്കേ. ആനിമൽസ് വിത്ത് ഐസ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദെയർ ഹെഡ് ആർ ഏബിൾ ടു പ്രെസിസ്ലി അണ്ടർസ്റ്റാൻഡ് ദ പൊസിഷൻസ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ദിസ് peculiarity of animals like tigers and lions help them to catch their prey. Animals with eyes on the sides of their head are able to see both the side. These features help animals like deer and rabbit to escape from their predators. കേട്ടോ. ഇതെന്തുവാന്ന് മനസ്സിലായി? അതായത് തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്താ നിങ്ങളെ? ഇപ്പം നമ്മുടെ തലയുടെ മുൻവശത്താണ് കണ്ണുകൾ അല്ലേ. ഈ കണ്ണുകളുള്ള ജീവികൾക്ക് ഏതൊരു വസ്തുവിൻ്റെയും ഒബ്ജക്റ്റിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നു എന്നാണ് ഫസ്റ്റ് വരിയിൽ പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷും മലയാളവും നോക്കണേ. ഇതെന്താ? ഇവ നമ്മുടെ പ്രേ എന്ന് വെച്ചാൽ ഇരയെ പിടിക്കാൻ ഇതെന്താണ് സഹായിക്കുന്നു? എന്താ നിങ്ങളെ? പെർസിസ്ലി അണ്ടർസ്റ്റാൻഡ് ദ പൊസിഷൻസ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ദിസ് പെക്യൂലിയാരിറ്റി ഓഫ് ആനിമൽസ് ലൈക്ക് ടൈഗേഴ്സ് ആൻഡ് ലയൺ ഹെൽപ്പ് ദം ടു ക്യാച്ച് ദെയർ പ്രേ. അതുപോലെ തന്നെ എന്താണ്? ടൈഗറും ലയണും ഒക്കെ എന്താണ് അവർക്ക് അതിൻ്റെ ഇരയെ പിടിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഈ സൈഡിൽ കണ്ണുള്ളത് കൊണ്ട് അതിന് ഇരയെ പിടിക്കാനും സഹായിക്കുന്നുണ്ട്. ആനിമൽ വിത്ത് ഐസ് ഓൺ ദ സൈഡ് ഓഫ് ദെയർ ഹെഡ് ആർ ഏബിൾ ടു സീ ബോത്ത് ദ സൈഡ്. ഈ സൈഡിൽ കണ്ണുള്ളത് കൊണ്ട് എന്താ തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് 2 വശങ്ങളിലുള്ള കാഴ്ചയും സാധ്യമാണ്. നമുക്കിപ്പം നമ്മുടെ തലയുടെ ഫ്രണ്ടിലാണ് കണ്ണുള്ളത് കൊണ്ട് നമുക്ക് മുൻപിലുള്ള കാര്യങ്ങളെ അറിയത്തുള്ളൂ. പുറയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ നമ്മൾ പുറകിലോട്ട് നോക്കണം അല്ലേ. പക്ഷേ ഇവയ്ക്ക് എന്താണ്? സൈഡിൽ കണ്ണുള്ളത് കൊണ്ട് എന്താ ആ പുറകിലുള്ള കാര്യങ്ങളും കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവിക്ക് 2 വശങ്ങളുള്ള കാഴ്ചയും സാധ്യമാകുന്നു. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നു. ദീസ് ഫീച്ചർ ഹെൽപ്പ് ആനിമൽസ് ലൈക്ക് ഡിയർ ആൻഡ് റാബിറ്റ് ടു എസ്കേപ്പ് ഫ്രം ദെയർ പ്രിഡേറ്റേഴ്സ് കേട്ടോ. ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇത് മനസ്സിലായല്ലോ? മലയാളവും മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഓക്കെ. അപ്പോൾ 6 ക്വസ്റ്റ്യൻസ് ഈ പാഠത്തിൻ്റെ നമ്മൾ എഴുതി. അടുത്ത
ഏഴാമത്തെ നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. പൂച്ചയെക്കുറിച്ചും മൂങ്ങയെക്കുറിച്ചും അതുപോലെ ചാമലിയോൺ മരയോന്തിനെക്കുറിച്ചും ഒക്കെ അതിൻ്റെയൊക്കെ പ്രത്യേകത എന്തുവാണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. പൂച്ചയുടെ നമ്മൾ പറഞ്ഞ രാത്രിയിൽ എന്താ അതിൻ്റെ കണ്ണിൻ്റെ പുറത്തൂടെ ഒരു ലെയറൂടെ പാളിയുടെ ഒക്കെ ഇന്നലെ നമ്മൾ ടെസ്റ്റിൽ വായിച്ചതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ച് വെച്ചിരിക്കണം കേട്ടോ. അത് ടെസ്റ്റിൽ മലയാളം മീഡിയത്തിൻ്റെയും ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും ടെസ്റ്റ് നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എഴുതാഞ്ഞത്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഓരോന്നിനെക്കുറിച്ചുമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ കണ്ണിനെക്കുറിച്ചാണ്. 5 എണ്ണം ഉണ്ട്. സെൻസ് ഓർഗൻസുകൾ 5 എണ്ണമാണ്. അതിലൊന്നാമത്തെ ആരാണ്? കണ്ണിനെ കുറിച്ചാണ്. ഇനി കണ്ണിനകത്തിൽ വരുന്ന രോഗമാണ് ചെങ്കണ്ണ്, കൺജക്റ്റിവിറ്റീസ്. ചെങ്കണ്ണ് എന്ന് പറയുന്നത് കേട്ടോ, കൺജക്റ്റിവിറ്റീസ് ഈസ് ആൻ ഐ ഡിസീസ്. ഇറ്റ് സ്പ്രെഡ് ഫാസ്റ്റ് എമംഗ് ചിൽഡ്രൻസ്. കെയർ ഷുഡ് ബി ടേക്കൺ നോട്ട് ടു ടച്ച് ദ ഒബ്ജക്റ്റ് യൂസ്ഡ് ബൈ ദ പേഷ്യൻറ്റ്. ദിസ് ഈസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. എന്ന് വെച്ചാൽ എന്താ? കൺജക്റ്റിവിറ്റീസ് ഈസ് ആൻ ഐ ഡിസീസ്. ഇതൊരു നേത്ര രോഗമാണ് ചെങ്കണ്ണ്. ഒരു കണ്ണിലെ ഒരു രോഗമാണ് ചെങ്കണ്ണ്, നേത്ര രോഗമാണ് ചെങ്കണ്ണ്. ഇത് കുട്ടികളിലാണ് ഈ രോഗം വേഗത്തിൽ പടരുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ചാൽ പകരുന്ന രോഗം എന്നാണ് കേട്ടോ. സ്പ്രെഡ് ചെയ്യുന്നത് ഇത് ഏറ്റവും കൂടുതലും കുട്ടികളിലാണ്. ചിൽഡ്രൻസ് കെയർ ഷുഡ് ബി ടേക്കൺ നോട്ട് ടു കുട്ടികളിലാണിത് സ്പ്രെഡ് ചെയ്യുന്നതും. പിന്നെ എങ്ങനെയാ? സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ എന്ത് ചെയ്യുക? പേഷ്യൻസ് അതായത് രോഗി ഉപയോഗിക്കുന്ന വസ്തുക്കൾ മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുക. ഇത് പകരുന്ന രോഗമായതുകൊണ്ട് ഈ കണ്ണിന് ദീനമുള്ള ആൾക്കാരുടെ അവരുപയോഗിച്ച സോപ്പ്, തോർത്ത്, തൂവാല അങ്ങനെയൊക്കെയുള്ള മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. ഒരു നേത്ര രോഗമാണ് ചെങ്കണ്ണ്. കുട്ടികൾക്കിടയിൽ ഈ രോഗം വേഗത്തിൽ പടരുന്നു. സമ്പർക്കത്തിലൂടെ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കബിൾ, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതിനെയാണ് ഈ സമ്പർക്കം എന്ന് പറയുന്നത്. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ ഈ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. ഓക്കെ. 9ാമത്തെ ഈ സിംറ്റംസ് ഓഫ് കൺജക്റ്റിവിറ്റീസ്. ചെങ്കണ്ണിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം കുഞ്ഞുങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. പെയിന്, കണ്ണിന് നല്ല വേദനയായിരിക്കും. ഈ കണ്ണിന് ദിനം വന്നു കഴിഞ്ഞാൽ കൺജക്റ്റിവിറ്റീസ് വന്നു കഴിഞ്ഞാൽ കണ്ണിന് ഭയങ്കര വേദനയായിരിക്കും. പിന്നെ കണ്ണ് നല്ലതുപോലെ ചുവന്ന് കിടക്കുക, റെഡ്നെസ്, കണ്ണ് നല്ലതുപോലെ ചുവപ്പ് നിറമായിരിക്കും. ഇച്ചിങ് എന്ന് വെച്ചാൽ ചൊറിച്ചിൽ നിന്നാണ്. കണ്ണിന് നല്ല ചൊറിച്ചിലായിരിക്കും. കണ്ണിൽ നിന്ന് എപ്പോഴും ടിയറിങ്, കണ്ണിന് എപ്പോഴും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും അല്ലേ. കണ്ണിൽ നിന്നും പഴുപ്പും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷ് എഴുതുക, മലയാളം മീഡിയക്കാർ മലയാളം എഴുതുക. ഓക്കെ, 9 എണ്ണമായി. അടുത്ത 10ാമത്തത് കണ്ണിനെ ബാധിക്കുന്ന മറ്റെന്തെല്ലാം. നമ്മളിപ്പോൾ കൺജക്റ്റിവിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. അത് മാത്രമാണോ കണ്ണിൻ്റെ? നമ്മൾ സെൻസ് ഓർഗൻസുകളെ കുറിച്ചാണ് പഠിക്കുന്നത്, ജ്ഞാനേന്ദ്രിയങ്ങൾ. അതിലൊന്നാമത്തതാണ് കണ്ണ്. കണ്ണിന് വരുന്ന രോഗങ്ങൾ ഇനി കൺജക്റ്റിവിറ്റീസ് മാത്രമാണോ നമുക്ക് വരുന്നത്? അല്ല. വാട്ട് ദ അതർ ഐ ഡിസീസ് ഡു യു നോ? ഏതാണ്? ഗ്ലൂക്കോമ, കാട്രാക്റ്റ്, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നാണ് സ്പെല്ലിങ് നല്ലോണം അറിയണേ കുഞ്ഞുങ്ങളെ. റെറ്റിനോപ്പതി, ഗ്ലോക്കോമ, കാട്രാക്റ്റ് സ്പെല്ലിങ് എല്ലാം പറയണേ. കാട്രാക്റ്റ്, ഡയബറ്റിക് റെറ്റിനോപ്പതി എല്ലാം മലയാളം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇംഗ്ലീഷ് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്നെല്ലൻ ചാർട്ട് എന്നുള്ളതും ടെസ്റ്റിൽ നല്ല വൃത്തിയായിട്ട് ഒരു ബോക്സിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് എഴുതിയിട്ടില്ല, സ്നെല്ലൻ ചാർട്ട് കേട്ടോ. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് യു സീ ഇൻ ദ സീറ്റ് നമ്പർ ഡിസ്പ്ലേ ഇൻ എ ട്രെയിൻ ആൻഡ് ടൈൽഡ് റോഡ്? അങ്ങനൊരു ചോദ്യം. അത് ടെസ്റ്റ് ഇന്നലെ നമ്മൾ വായിച്ചതാണ് അല്ലേ. ഈ കണ്ണ് കാണാത്തവർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ഒരു ട്രെയിനിലെ ബർത്ത് നമ്പർ, റോഡിലെ പ്രത്യേക ടൈലിംഗ് എന്നിവ കാഴ്ചയ്ക്കൊരു കാഴ്ചക്കുറവുള്ളവർക്ക് വെല്ലുവിളി നേരിടുന്ന അല്ലേ. അവരെ അതെങ്ങനെ സഹായിക്കുന്നു എന്നാണ്. നോക്കിയേ, ദേ ആർ ഡിസൈൻഡ് ടു ഹെൽപ്പ് ദ വിഷ്വലി ചലഞ്ച്ഡ് പേഴ്സൺസ്. സീറ്റ് നമ്പർ ഡിസ്പ്ലേ ഇൻ ട്രെയിൻസ് ആർ ഇൻഡിക്കേറ്റഡ് ബൈ പ്രൊജക്ഷൻസ് സോ ദാറ്റ് ദേ ക്യാൻ ഫീൽ ദ നമ്പർ. സ്പെഷ്യലി ടൈൽഡ് റോഡ് ഹെൽപ്പ് ദം ടു കീപ്പ് ആൾവേസ് അലോങ് ദ side of the road. They are designed to help the visually challenged persons. അതായത് നമുക്ക് കണ്ണിന് ചെറിയ അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തവർക്കോ ചെറിയ മങ്ങലുള്ളവർക്കോ ഒക്കെ എങ്ങനെയാണെന്ന് സീറ്റ് നമ്പറൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് ദ പ്രൊജക്ഷൻസ്. ഈ ബ്രെയിലിയുടെ അത് നമ്മുടെ ടെസ്റ്റിൽ പറയുന്നുണ്ട്. ബ്രെയിലിയുടെ ഒരു ഇത് അവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ തൊട്ടു നോക്കുമ്പോൾ അത് അറിയാൻ പറ്റും കേട്ടോ. ബ്രെയിലിയുടെ സീറ്റ് നമ്പർ ഡിസ്പ്ലേ ഇൻ ട്രെയിൻസ് ആർ ഇൻഡിക്കേറ്റഡ് ബൈ പ്രൊജക്ഷൻസ് സോ ദാറ്റ് ദേ ക്യാൻ ഫീൽ ദ നമ്പർ. അവിടെ ബ്രെയിലിയുടെ അതവിടെ കൊടുത്തിട്ടുണ്ട്. അത് അവർ തൊട്ടു നോക്കുമ്പോൾ അവർക്ക് അത്
മനസ്സിലാകും നമ്പർ എത്ര എന്ന്. എസ്പെഷ്യലി ടൈൽഡ് റോഡ് ഹെൽപ്പ് ദം ടു കീപ്പ് ആൾവേസ് അലോങ് ദ സൈഡ് ഓഫ് ദ റോഡ്. അതായത് സീറ്റ് നമ്പറുകൾ സ്പർശിച്ചറിയാൻ കഴിയുന്ന വിധം ബ്രെയിലി ലിപികൾ അവിടെ ഈ ട്രെയിനിൻ്റെ ഓരോ ഇതിൽ ബർത്ത് നമ്പറിലും കൊടുത്തിട്ടുണ്ട്. ഇനി റോഡ് സൈഡിലെ ടൈലുകൾ സ്പർശിച്ച് അവർ കാലുകൊണ്ടോ അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റിക്ക് ഉണ്ടല്ലേ അത് വെച്ചൊക്കെ നോക്കി അവരത് മനസ്സിലാക്കി സഞ്ചരിക്കാൻ അവർക്ക് കഴിയുമെന്നാണ് പറയുന്നത്. ഇനി കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കാൻ എന്തെല്ലാം സവിശേഷതകളാണ് നമുക്കിന്നുള്ളത്? ഇന്നത്തെ കാലത്ത് എന്തെല്ലാം സവിശേഷതകളുണ്ട്? കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കാൻ എന്തെല്ലാം സവിശേഷതകളാണ്? ഇന്ന് മൊബൈൽ ഫോണ്, കമ്പ്യൂട്ടർ, വാച്ചുകൾ എന്നിവയൊക്കെ ഉണ്ട് അല്ലേ? അതിൽ മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവ നോക്കിക്കേ, ബ്രെയിലി കീബോർഡ് ആയിരിക്കും അവർക്ക്. ബ്രെയിലി മുമ്പ് പറഞ്ഞില്ല, നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുത്തായിട്ടുള്ള കേട്ടോ, അതാ ബ്രെയിലി കീബോർഡ്. അതുപോലെ തന്നെ ബ്രെയിലി ഡിസ്പ്ലേയും, ഇനി ഒരു കീബോർഡിൽ അടിക്കുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ വരുന്നതും എന്താണ്? ബ്രെയിലി ആയിരിക്കും. മാഗ്നിഫയർ, സ്ക്രീൻ റീഡറുകൾ തുടങ്ങിയവ. ഇതിലേതെങ്കിലും ഒരു 4 ഇനി ഉണ്ട്, 4 ഞാൻ എഴുതിയുള്ളൂ. ആ 4 മലയാളം മീഡിയത്തിൻ്റെയാണ് എഴുതണം കേട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ നോക്കൂ നിങ്ങളെ. അതായത് വാച്ചുകളും ഉണ്ട്. അതുപോലെ അതെന്താ ടോക്കിംഗ് വാച്ച്, നമുക്കത് സംസാരിക്കുന്ന ടോക്കിംഗ് വാച്ചുകൾ, ടാക്റ്റൈൽ മാർക്കിനുകൾ, ബ്രെയിലി ഇതൊക്കെയാണ് ടോക്കിംഗ് വാച്ചസ്, ടാക്റ്റൈൽ മാർക്കേഴ്സ്. ഉണ്ട്, ഇംഗ്ലീഷും മലയാളവും ഉണ്ട് കേട്ടോ. ടാക്റ്റൈൽ, ആ പേരൊക്കെ നല്ലപോലെ അറിയണം നിങ്ങൾ. മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. മലയാളം വായിക്കാൻ അറിയുമ്പോഴത്തേനും ഇംഗ്ലീഷ് നോക്കണം, ഇംഗ്ലീഷ് വായിക്കാൻ അറിയുമ്പോഴത്തേനും മലയാളം നോക്കണം കേട്ടോ. വിച്ച് ഫീച്ചേഴ്സ് ഓഫ് ദ ഡിവൈസസ് ലൈക്ക് മൊബൈൽ ഫോൺ, വാച്ച് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഹെൽപ്പ് വിഷ്വലി ചലഞ്ചഡ് പേഴ്സൺ. അതിൻ്റെ ഇപ്പോൾ പറഞ്ഞതിൻ്റെ മലയാളമാണ്. മൊബൈൽ, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ ബ്രെയിലി കീബോർഡും ബ്രെയിലി ഡിസ്പ്ലേയും ആയിരിക്കും. മാഗ്നിഫയർ, സ്ക്രീൻ റീഡർ ഇതൊക്കെ ആയിരിക്കും അല്ലേ. എന്നാൽ വാച്ച് ആണെങ്കിലോ അവരുടെ വോക്കിംഗ് വാച്ചസ്, ടോക്കിംഗ് വാച്ചസ്, ടാക്റ്റൈൽ മാർക്കേഴ്സ്. ഇനി അതുപോലെ തന്നെ സ്മാർട്ട് കെയിനെ കുറിച്ചും നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. സ്മാർട്ട് കെയിനെ കുറിച്ചും ഒരു ബോക്സിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എഴുതാഞ്ഞത്. അടുത്തത്, വാട്ട് ഹെൽത്ത് ഹാബിറ്റ് ഷുഡ് യു ഫോളോ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ ഐസ്? കണ്ണുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് എന്തെല്ലാം കരുതലുകൾ നമ്മൾ സ്വീകരിക്കണം? അതൊരു 5 മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഹെൽത്ത് ഹാബിറ്റ് ഷുഡ് യു ഫോളോ ഫോർ ദ ഹെൽത്ത് ഓഫ് ദി ഐസ്? കണ്ണുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് എന്തെല്ലാം കരുതലുകൾ സ്വീകരിക്കാം? ഡു നോട്ട് റബ് ദ ഐസ്, കണ്ണുകൾ തിരുമാതിരിക്കുക. ഡു നോട്ട് ടച്ച് ഇൻസൈഡ് ദ ഐസ്, കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക. ഡു നോട്ട് വാച്ച് ടെലിവിഷൻസ് ഇൻ ഡിം ലൈറ്റ്, മങ്ങിയ വെളിച്ചത്തിൽ TV കാണാതിരിക്കുക. ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, TV എക്സെട്രാ ഫോർ ദ ലോങ് പീരീഡ് ഓഫ് ടൈം. നമ്മൾ മൊബൈലുകളും കമ്പ്യൂട്ടറുകളും TV എന്നിവ കൂടുതൽ സമയം ഉപയോഗിക്കാതിരിക്കുക. ഇതിൻ്റെ എല്ലാം മലയാളവും ഇംഗ്ലീഷും ഉണ്ടോ നിങ്ങളെ? പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണല്ലോ. എന്താ? കണ്ണുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് എന്തെല്ലാം കരുതലുകൾ സ്വീകരിക്കാമെന്നാണ്. അതിൻ്റെ 2 കൂടെ ഉണ്ട്. ഡു നോട്ട് യൂസ് ദ ഹാൻഡ് കർച്ചീഫ് യൂസ്ഡ് ബൈ അതേഴ്സ്, എന്ന് വെച്ചാൽ ഒരാളുടെ അതിപ്പം നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റൊരാളുടെ തുവാല, ഹാൻഡ് കർച്ചീഫ് എന്ന് വെച്ചാൽ എന്താ? തുവാല മറ്റൊരാൾ ഉപയോഗിക്കരുതെന്നാണ്. മറ്റുള്ളവർ ഉപയോഗിച്ച തുവാലകൾ ഉപയോഗിക്കാതിരിക്കുക. അതിപ്പോൾ എന്ത് രോഗങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉപയോഗിക്കാതിരിക്കുക. റീഡ് ഇൻ എ വെൽ ലിറ്റ് പ്ലേസ്, ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്ന് വേണം വായിക്കാൻ കേട്ടോ. എന്തെങ്കിലും റീഡ് എന്തെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ അത് വെളിച്ചമുള്ളിടത്തിരുന്ന് വായിക്കണമെന്ന്. അങ്ങനെ ഒരു ശീലമില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ആ സെൻറ്റൻസ് ഒഴിവാക്കാം അല്ലേ. മൊബൈലിന് വെട്ടം ഉണ്ടല്ലോ, അതുകൊണ്ട് അത് കാണാൻ വെട്ടത്തിൻ്റെ ആവശ്യമില്ല അല്ലയോ. വാട്ട് കെയർ ഷുഡ് ബി ടേക്കൺ ടു പ്രൊട്ടക്റ്റ് ഇയർ? ചെവിയുടെ സുരക്ഷിതത്തിന് എന്തെല്ലാം ശ്രദ്ധിക്കണം? അപ്പോൾ ഒന്ന് നമ്മൾ ഇതുവരെ പഠിച്ചത് കണ്ണിൻ്റെ കാര്യമാണ്. ഇനി രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് 5 സെൻസ് ഓർഗൻസ്. അതിൻ്റെ കണ്ണിനെ കുറിച്ചുള്ളതാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ചെവി എങ്ങനെ സഹായിക്കാം, കണ്ണിനെ നമുക്ക് എങ്ങനെയെല്ലാം സംരക്ഷിക്കാം, കണ്ണിലുണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാം എന്നൊക്കെയാണ് ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ ചെവിയെക്കുറിച്ചാണ്, ഇയർ. ചെവിയുടെ സുരക്ഷിതത്വത്തിന് എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം? ചെവി സുരക്ഷിതമായ എന്തെല്ലാം ശ്രദ്ധിക്കണം നോക്കിക്കേ. ഡോണ്ട് പുട്ട് any object such as pencil, pen, matchstick, safety pin, etc. into the ear. നമ്മൾ ചെവിക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ കൈ കിട്ടി എന്തെങ്കിലും എടുത്ത് ചെവിക്കകത്തിട്ട് നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. അതായത് കൂടുതലും നമ്മൾ തീപ്പെട്ടിക്കൊള്ളി
അല്ലേ, കയ്യിൽ പേനയോ പെൻസിലോ വല്ലതും ഇരിക്കുമെങ്കിൽ അത്, സേഫ്റ്റി പിന്ന്, ഇങ്ങനെയുള്ള എല്ലാം ചെവിയിലിട്ട് ചൊറിയുന്ന ഒരു ശീലം മിക്കവാറും ഉള്ളവർക്കെല്ലാം ഉള്ളതാണ്. എന്താണ് അത്? അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. എന്താ? പെൻസില്, പേന, തീപ്പെട്ടിക്കൊള്ളി, സേഫ്റ്റി പിൻ തുടങ്ങിയ ഒരു വസ്തുവും ചെവിയിൽ ഇടരുത്. ഈ 5 പേര് പറഞ്ഞതുകൊണ്ട് ഇത് ഇടരുത്, വേറെ ഇടാവുന്നല്ല, ഒരു കാര്യവും ചെവിയിൽ ഇടരുത്. ഇഫ് ദർ ഈസ് എനി ഇയർ പ്രോബ്ലം കൺസൾട്ട് എ ഡോക്ടർ. എന്തെങ്കിലും നമുക്ക് ചെവിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഡോക്ടറെ കാണിക്കണമെന്നാണ് പറയുന്നത്. യൂസ് മെഡിസിൻ ഇൻ എ ഇയർ ഓൺലി അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓഫ് എ ഡോക്ടർ. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ചെവിയിൽ മരുന്ന് ഉപയോഗിക്കാവൂ. നിങ്ങളുടെ ടെസ്റ്റിൽ പറയുന്നുണ്ട്, ചെവിക്ക് വേദന എടുക്കുമ്പോൾ ഒരു അപ്പൂപ്പൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കൂ, ചെവിയിലെ എല്ലാ വേദനയും മാറുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും എണ്ണയൊന്നും ചെവിയിൽ ഒഴിക്കരുത് കേട്ടോ. എന്തെങ്കിലും അത് നമ്മുടെ ടെസ്റ്റിൽ പറയുന്നുണ്ട് കേട്ടോ. ഒരു അപ്പൂപ്പൻ അപ്പുറത്ത് മാറിയെന്ന് ചെവി വേദന എടുക്കുന്നു എന്ന് പറയുമ്പോൾ നീ ഒരു കാര്യം ചെയ്ത് ചെവിയിൽ ഇച്ചിരി എണ്ണ ഒഴിക്കാൻ, അല്ലേ, പണ്ടുള്ള ആൾക്കാർ പറയും. പക്ഷേ ഇപ്പം അതൊന്നും ചെയ്തുകൂടാ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ എത്രയും വേഗം ഡോക്ടറെ കാണിക്കുക. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ നമ്മൾ ചെവിയിൽ മരുന്നുകൾ ഉപയോഗിക്കാവൂ, അല്ലെ ഒഴിക്കാവൂ. അടുത്തത് ഹിയറിംഗ് എയ്ഡ്സ്. ഹിയറിംഗ് എയ്ഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രവണ സഹായികൾ. ഹിയറിംഗ് എയ്ഡ്സ് ആർ ഡിവൈസ് ടു സോൾവ് ലോസ് ഓഫ് ഹിയറിംഗ്. ഹിയറിംഗ് എയ്ഡ്സ് ആർ അവൈലബിൾ നൗ വിത്ത് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ടു ഇൻക്രീസ് സൗണ്ട് വോളിയം ആൻഡ് ക്ലാരിറ്റി. ഇത് 2-3 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അതായത് നമുക്ക് കേൾവിക്കുറവ് പരിഹരിക്കാനുള്ള ഒരു ഉപകരണമാണ് ഈ ഹിയറിംഗ് എയ്ഡ്സ് അല്ലെങ്കിൽ ശ്രവണ സഹായി എന്ന് പറയുന്നത്. അതിൻ്റെ മലയാളം എന്താ? ശ്രവണ സഹായി. അതായത് ശബ്ദത്തിൻ്റെ ഉച്ചത, ലൗഡ്നെസ്, ഉച്ചത കൂട്ടുന്നതിനും നല്ല രീതിയിൽ വ്യക്തത വരുത്തുന്നതിനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധ തരം ശ്രവണ സഹായികൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. കേൾവിക്കുറവ് പരിഹരിക്കുന്നതിനുള്ള ഉപകരണമാണ് നിങ്ങളെ ഹിയറിംഗ് എയ്ഡ്സ് അല്ലെങ്കിൽ ശ്രവണ സഹായികൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതൊരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്. 17ാമത്തെ ചോദ്യമാണ്. അടുത്തത് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി. അത് ഇമ്പോർട്ടൻ്റ്. നമ്മൾ ചെവിയെക്കുറിച്ച്, ഒന്ന് കണ്ണിനെക്കുറിച്ച് പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടല്ലോ. 2ാമത്തെ ചെവിയെക്കുറിച്ചാണ്. ചെവിക്കകത്തിൽ ആവശ്യമില്ലാത്ത ഒന്നും എടുത്തിടരുതെന്നും കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി ചെവിക്ക് നമുക്ക് ചെവിക്ക് കേൾവിക്കുറവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ പഠിച്ചു. ഇനി നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റ് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി. കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ഈസ് എ സർജറി ടു കറക്റ്റ് congenital hearing loss. This is surgery to transplant the cochlea inside the ear. കേട്ടോ, എന്താണ് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സർജറി ടു കറക്റ്റായിട്ട് കൺജെനിറ്റൽ ജെനറ്റിക്കൽ എന്ന് പറയത്തില്ല, ജെനിറ്റൽ ഹിയറിംഗ് ലോസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഈ കേൾവിക്കുറവ് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതെന്താ? നമുക്ക് ജന്മനാ ഉള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ്. ജനിക്കുമ്പോഴേ കേൾവിക്കുറവുണ്ടെങ്കിൽ ജന്മനാ ഉള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ളൊരു മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ഇതിവിടെ വേണമെന്നില്ല കുഞ്ഞുങ്ങൾ കേട്ടോ. അതായത് ഇവിടെ മുതൽ ജന്മനാ ഉള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ളൊരു മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ഇത്. ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഇത്. ഓക്കെ ആണല്ലോ ചെവിയെക്കുറിച്ച്. അപ്പം നമ്മൾ കണ്ണ് പഠിച്ചു, ചെവി പഠിച്ചു. ചെവിക്കകത്തിൽ കേൾവിക്കുറവുണ്ടെങ്കിൽ എന്ത് ശസ്ത്രക്രിയ ചെയ്യണമെന്നും ചെവി എങ്ങനെ സംരക്ഷിക്കണമെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. കണ്ണ് പഠിച്ചു. അടുത്ത നമ്മൾ മൂക്കിനെ കുറിച്ചാണ്. 3ാമത്തേതാണ് മൂക്ക് അല്ലെങ്കിൽ നോസ്. മൂക്കിനുള്ളിൽ എപ്പോഴും ഈർപ്പം അനുഭവപ്പെടാൻ കാരണം എന്താണ്? നമ്മുടെ മൂക്കിനകത്ത് ഈർപ്പം അനുഭവപ്പെടാൻ കാരണം എന്താണ്? വൈ ഡു വി ആൾവേസ് ഫീൽ എ മോയിസ്റ്റ് ഇൻസൈഡ് അവർ നോസ്? ദർ ഈസ് secretions in the nose. The functions of these secretions is to remove the dust particles and pathogens getting inside the nose. There is a secretion കേട്ടോ. വായിക്കറിയണമെങ്കിൽ സെക്രീഷൻ ഇൻ ദ നോസ് എന്ന് വെച്ചാൽ എന്താ? സെക്രീഷൻ എന്ന് വെച്ചാൽ സ്രവം അല്ലേ? വെള്ളം പോലെ നമ്മുടെ മൂക്കിൽ നിന്ന് വരത്തില്ലേ? മൂക്കിൽ ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മളൊന്നും ചെയ്തല്ല, അത് മൂക്കിനകത്തുള്ളതാണ്. ദർ ഇസ് എ സെക്രീഷൻ ഇൻ ദി നോസ്. നോസ് എന്ന് വെച്ചാൽ മൂക്കിനുള്ളിൽ ഈ സ്രവം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. The functions of the secretion is to remove the dust particles and pathogens getting inside the nose.
അപ്പോൾ കുഞ്ഞുങ്ങളെ എന്താ മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യലാണ് ഈ സ്രവത്തിൻ്റെ ധർമ്മം കേട്ടോ. ഈ വരുന്ന നമ്മുടെ എന്താ വായിക്കാറിയണേ, ദ ഫങ്ഷൻസ് ഓഫ് ദി സെക്രീഷൻ ഈസ് ടു റിമൂവ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. പൊടിപടലങ്ങളും പാത്തോജൻസ് എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ രോഗാണുക്കൾ എന്നാണ് കേട്ടോ. രോഗാണുക്കൾ പാത്തോജൻസ് ഗെറ്റിംഗ് ഇൻസൈഡ് ദ നോയ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 19 എണ്ണമായിട്ടുണ്ട്. 20ാമത്തത് ജലദോഷം വരുമ്പോൾ മണം അറിയാതിരിക്കാനുള്ള കാരണം എന്താണ്? നമ്മളിപ്പോൾ മൂക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. നമുക്ക് ജലദോഷം വരുമ്പോൾ മണം അറിയാതിരിക്കാനുള്ള കാരണം. വാട്ട് ഈസ് ദ റീസൺസ് ഫോർ ലോസ് ഓഫ് സ്മെല്ല് വെൻ യു ഹാവ് എ കോൾഡ്? എന്താ വെൻ വൺ ഈസ് ഹാവിങ് കോൾഡ് ദ സെക്രീഷൻസ് ഇൻ ദ നോയ്സ് വിൽ ബി എക്സസ്. സോ ദ ഒഡോർ പാർട്ടിക്കിൾസ് വിൽ നോട്ട് റീച്ച് ദ സെൽസ് ദാറ്റ് റെക്കഗ്നൈസ് ദ സ്മെല്ല്. ജലദോഷം വരുമ്പോൾ മൂക്കിനുള്ളിൽ കൂടുതൽ അളവിൽ സ്രവം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേട്ടോ. സെക്രീഷൻസ് ഇസ് ദ നോയ്സ് വിൽ ബി എക്സസ്. കൂടുതലായിട്ട് എന്താണ് സെക്രീഷൻസ്? എന്താ മൂക്കിനുള്ളിൽ കൂടുതലായിട്ട് അളവിൽ സ്രവം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ മണമറിയുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ എന്താ എത്താതാകുന്നു. അങ്ങോട്ട് നമുക്ക് കൂടുതൽ ഇങ്ങനെ വെള്ളം പോവുമല്ലേ, അപ്പോൾ ആ മണമറിയുന്ന കോശങ്ങളിലോട്ട് മണമുള്ള ആ കണികകൾ എത്താതാകുന്നു. അതുകൊണ്ടാണ് നമുക്ക് മണം അറിയാത്തത്. വെൻ വൺ ഈസ് ഹാവിങ് കോൾഡ് ദ സെക്രീഷൻസ് ഇൻ ദ നോയ്സ് വിൽ ബി എക്സസ്. സോ ദ ഓഡോർ പാർട്ടിക്കിൾസ് വിൽ നോട്ട് റീച്ച് ദ സെൽസ് ദാറ്റ് റെക്കഗ്നൈസ് ദി സ്മെല്ല്. ഓക്കെ ആണോ നിങ്ങളെ? ഇനി അടുത്ത് നമ്മൾ എന്താ ഇപ്പം നോസിൻ്റെ ഫങ്ഷനും കൂടെ നോക്കാം. എന്താ മൂക്കിൻ്റെ വൈ ഡു വി ഹാവ് നോസ്? മൂക്കിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? മൂക്ക് എന്തൊക്കെ ചെയ്യുന്നത്? ടു സ്മെല്ല് അല്ലേ. ടു സ്മെൽ എന്ന് വെച്ചാൽ എന്താ? മണമറിയുന്നു. പിന്നെ ടു ബ്രീത്ത് ശ്വസിക്കുക. ഈ രണ്ടെണ്ണത്തിനാണ് മൂക്ക് നമ്മൾ അല്ലേ. മണമറിയാനും ശ്വസിക്കാനുമാണ് നമ്മൾ മൂക്കിലെ 2 ഫംഗ്ഷനുകൾ. മൂക്ക് സംരക്ഷിക്കാൻ എന്തെല്ലാം നമുക്ക് ചെയ്യാം? മൂക്കിനെ സംരക്ഷിക്കുക എല്ലാത്തിൻ്റെയും ധർമ്മങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഈ 5 സെൻസ് ഓർഗൻസിൻ്റെയും ധർമ്മങ്ങൾ നോക്കൂ നിങ്ങളെ. മൂക്കിനെ നമുക്ക് കണ്ണിനെ നമ്മൾ സംരക്ഷിക്കുന്നത് ഓർമ്മയുണ്ടല്ലോ ഇല്ലേ. കണ്ണ്, മൂക്ക് അല്ലേ, ഇതൊക്കെ ഓർമ്മയുണ്ട്. ഡു നോട്ട് പുട്ട് എനി ഒബ്ജക്റ്റ് ഇൻസൈഡ് ദ നോസ്. മൂക്കിനുള്ളിൽ യാതൊരു വസ്തുക്കളും ഇടരുത്. ഡു നോട്ട് ബ്ലോ യുവർ നോസ് എന്താ ഫോഴ്സ്ഫുള്ളി. നമ്മൾ ശക്തിയായിട്ട് മൂക്ക് ചീറ്റരുത്. ഡു നോട്ട് ബ്ലോ യുവർ നോസ് ഫോഴ്സ്ഫുള്ളി. പിന്നെ യൂസ് മാസ്ക് ടു പ്രൊട്ടക്റ്റ് ദ നോസ്. മാസ്കുകൾ ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാവും ഞങ്ങളെ. മൂക്ക് നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നമ്മളിപ്പോൾ ആരും ഉപയോഗിക്കുന്നതിന് മാസ്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് പിന്നെ എന്താ രക്ഷ നേടാം കേട്ടോ. എന്താ പറയുക, എന്താ യൂസ് മാസ്ക് ടു പ്രൊട്ടക്റ്റ് ദ നോസ്. അപ്പോൾ 3 എണ്ണം നല്ല വൃത്തിയായിട്ട് അത് പഠിച്ചിരിക്കണം. മൂക്ക് സംരക്ഷിക്കാൻ എന്തെല്ലാം? പ്രൊട്ടക്റ്റ് ദ നോസ്. ഓക്കെ, എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. അടുത്ത 22ാമത്തെ ആയപ്പോൾ നമ്മൾ പറഞ്ഞത്. അടുത്ത 23ാമത്തെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കിൽ നിന്നും വായിൽ നിന്നും സ്രവകണികൾ മറ്റുള്ളവരുടെ ശരീരത്തിൽ വീഴാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം? മിക്ക ഉള്ളവരെല്ലാം എന്താ നമ്മളൊന്ന് തുമ്മുമ്പോഴും ചീറ്റുമ്പോഴും എല്ലാം എന്താ നമ്മൾ തപ്പി പിടിച്ചുകൊണ്ടാണോ ഇതുവെല്ലാം ചെയ്യുന്നത്? അല്ല ഇല്ല. നമ്മൾ തുമ്മുമ്പോഴൊക്കെ എന്താ ചെയ്യുമെന്ന് പറഞ്ഞൊരു തുമ്മുമ്പോഴത്തേക്കില്ലേ ചുറ്റുവട്ടം ഉള്ളവരെല്ലാം അറിയും അല്ലേ. അതായത് വാട്ട് ഷുഡ് ബി ഡൺ ടു അവോയ്ഡ് ദ പാർട്ടിക്കിൾസ് ഫ്രം ദ നോയ്സ് നോയ്സ് അല്ല നോസ് ആൻഡ് മൗത്ത് ഫാളിങ് ഓൺ അതർ പീപ്പിൾസ് ബോഡീസ്. എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ? കവർ ദ മൗത്ത് ആൻഡ് നോസ് വിത്ത് എ ക്ലീൻ ഹാൻഡ്കർച്ചീഫ് വൈൽ സ്നീസ് ഓർ കഫ്. വൃത്തിയുള്ള തുവാല കൊണ്ട് വായും മൂക്കും പൊത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നല്ലൊരു തുവാല നമ്മുടെ കയ്യിൽ വെക്കുക, കർച്ചീഫ് അല്ലേ. അതെടുത്തിട്ട് എന്ത് ചെയ്യുക? നമ്മൾ വൃത്തിയുള്ള തുവാല കൊണ്ട് വായും മൂക്കും പൊത്തിപ്പിടിക്കുക. പിന്നെ ഡു നോട്ട് യൂസ് ദ ഹാൻഡ്കർച്ചീഫ് യൂസ്ഡ് ബൈ അതേഴ്സ്. ഒരാൾ ഉപയോഗിച്ച തുവാല മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുക. അവോയ്ഡ് സ്നീസിങ് ആൻഡ് കഫിങ് ഇൻ പബ്ലിക്. പൊതുസ്ഥലങ്ങളിൽ ചുമയ്ക്കുകയോ മൂക്ക് ചീറ്റുകയോ ചെയ്യരുത്. 3 പ്രധാനപ്പെട്ട 3 എണ്ണമാണ് തന്നിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ 3 എണ്ണം. ഓക്കെ ആണോ? ഇനി നമ്മൾ അടുത്തത് ടേസ്റ്റ്, നാക്കിനെ കുറിച്ചാണ്. നിങ്ങൾ ഓരോന്നും ഓർത്തോണേ. ടേസ്റ്റ് നാക്കിനെ കുറിച്ചാണ്. രുചി. ഡു ആൾ ദ ഫുഡ് ഐറ്റംസ് ടേസ്റ്റ് ദ സെയിം? ഭക്ഷണ പദാർത്ഥങ്ങൾക്കെല്ലാം ഒരേ രുചിയാണോ? ഡു ആൾ ദി ഫുഡ് ഐറ്റംസ് ടേസ്റ്റ് ദ സെയിം? ആണോ നിങ്ങളെ? എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങൾക്കും ഒരേ രുചിയാണോ? നോ, അല്ല. ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് ഹാവ് ഡിഫറെൻറ്റ് ടേസ്റ്റ് അല്ലേ. വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വിവിധ രുചികളായിരിക്കും അല്ലേ. അത് നമുക്കറിയാം. എല്ലാത്തിനും ഒരേ രുചിയാണെങ്കിൽ എന്തുമായിരുന്നു അല്ലേ. അടുത്തത് വെൻ ഈസ് ഇറ്റ് പോസിബിൾ ടു സെൻസ് ദ ട്രൂ ടേസ്റ്റ് ഓഫ് ഫുഡ് വെൻ ഇറ്റ് ഈസ് ച്യൂഡ് ഓർ നോട്ട്? വൈ? ഭക്ഷണ പദാർത്ഥങ്ങളുടെ ശരിയായ രുചി അറിയാൻ നമുക്ക് കഴിയുന്നത് എപ്പോഴാണ്?
ഭക്ഷണത്തിൻ്റെ ശരിയായ രുചി നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? ഇറ്റ് ഈസ് പോസിബിൾ ടു സെൻസ് ദ ട്രൂ ടേസ്റ്റ് ഓഫ് ഫുഡ് വെൻ ഇറ്റ് ഈസ് ച്യൂയിഡ് വെൽ. When chewed well, the food is mixed with saliva and stimulate the taste buds. അല്ലേ, നന്നായിട്ട് നമ്മൾ ച്യൂഡ് എന്ന് വെച്ചാൽ ചവയ്ക്കുക. ച്യൂ എന്ന് വെച്ചാൽ എന്താ? ച്യൂയിങ്കം, ചവയ്ക്കുക. നന്നായി ചവച്ചരച്ച് കഴിക്കുമ്പോഴാണ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ ശരിയായ രുചി അറിയാൻ നമുക്ക് കഴിയുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിലരിഞ്ഞ്, സലൈവ എന്ന് വെച്ചാൽ ഉമിനീര്, ഈ ഉമിനീരിൽ അങ്ങോട്ട് അലിഞ്ഞിട്ട് നാവിലുള്ള സ്വാദുമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആൻസർ ആട്ടോ നിങ്ങളെ. എന്താ, ഭക്ഷണ പദാർത്ഥങ്ങൾ ശരിയായ രുചി നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? നമ്മൾ നാക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓരോന്ന് ഓർത്തോണം. കണ്ണ്, മൂക്ക്, നാക്ക് കേട്ടോ, എന്തൊക്കെ ഇപ്പം എന്താ ടേസ്റ്റേ വന്ന് നിൽക്കുക അല്ലേ, രുചി. നന്നായി ചവച്ചരച്ച് കഴിക്കുമ്പോഴാണ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ ശരിയായ രുചി നമുക്ക് അറിയാൻ കഴിയുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഉമിനീര്, സലൈവ എന്ന് വെച്ചാൽ ഉമിനീരാണ്, ഉമിനീരിൽ അലിഞ്ഞിട്ട് നാവിലുള്ള സ്വാദുമുകുളങ്ങൾ, നമ്മുടെ നാവിലുള്ള എന്താ സ്റ്റിമുലേറ്റ് ദ ടേസ്റ്റ് ബഡ്സ്, സ്റ്റിമുലേറ്റ് ടേസ്റ്റ് ബഡ്സ്, സ്വാദുമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ്, സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത്. അത് നല്ലപോലെ പഠിക്കണേ. അടുത്തത് ഫങ്ഷൻസ് ഓഫ് ദ ടങ്. എല്ലാത്തിനും ഫങ്ഷൻ ഉണ്ട്. എല്ലാത്തിൻ്റെയും ഒരു 2-3-4 ഫങ്ഷൻ പഠിച്ചു വെച്ചിരിക്കണം. നാക്കിൻ്റെ ധർമ്മം എന്തൊക്കെയാണ്? ടോക്കിംഗ്, നമ്മൾ സംസാരിക്കുന്നു. ടേസ്റ്റിംഗ്, രുചി അറിയുന്നു. മൂവിങ് ദ ഫുഡ് ഇൻ ദ മൗത്ത് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ആഹാരം വായിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാക്കാണ് എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും പല്ലിലോട്ട് തട്ടിയിട്ട് കൊടുത്ത് പല്ല് ചവച്ചരയ്ക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ? സംസാരിക്കുക, രുചി അറിയാൻ, വായിൽ ആഹാരത്തെ ചലിപ്പിക്കാൻ, വായ് വൃത്തിയാക്കാനും നാക്ക് സഹായിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. വായ് വൃത്തിയാക്കാനും നാക്ക് സഹായിക്കുന്നു. ഇനി നാവിൻ്റെ ആരോഗ്യത്തിന് എന്തെല്ലാം ശ്രദ്ധിക്കണം? വാട്ട് ഷുഡ് ബി ടേക്കൻ കെയർ ഓഫ് ഫോർ ദ ഹെൽത്ത് ഓഫ് ദ ടങ്? നാവിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ എന്തെല്ലാം നോക്കണം? ഡു നോട്ട് ഈറ്റ് എക്സ്ട്രീംലി ഹോട്ട് ഓർ കോൾഡ് ഫുഡ്. ചൂടോ തണുപ്പോ അധികമുള്ള വസ്തുക്കൾ കഴിക്കരുത്. ഹോട്ട് ഓർ കോൾഡ് ഫുഡ്. ഡു നോട്ട് ഈറ്റ് എക്സ്ട്രീംലി, ചൂടോ തണുപ്പോ അധികമുള്ള വസ്തുക്കൾ കഴിക്കരുത്. ഡു നോട്ട് ഫോഴ്സ്ഫുള്ളി ക്ലീൻ ദ ടങ് വിത്ത് എ ടങ് ക്ലീനർ. നമ്മൾ ടങ് ക്ലീനർ ഉപയോഗിച്ചിട്ട് എന്താ നാക്കിനെ അങ്ങോട്ട് ഫുള്ളെടുത്ത് പുറത്തിട്ടിട്ട് അങ്ങ് എന്താ മണിക്കൂറോളം ഇട്ടങ്ങോട്ട് വടിക്കത്തില്ലേ? അതൊന്നും ചെയ്യരുത്. ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്യുക? ശക്തമായി നാക്ക് വടിക്കരുത്. ആവശ്യത്തിന് മാത്രം നാക്ക് വടിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. 27ാമത്തെയാണ് നമ്മൾ സെൻസ് ഓർഗൻസ് ആണ് പഠിക്കുന്നത്. അതിന് 5 എണ്ണമാണ് സെൻസ് ഓർഗൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 എണ്ണമാണ്. ആ 5 എണ്ണത്തിൻ്റെയും എന്താ ഓരോ ധർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഓരോ എന്തൊക്കെയാണെന്നുള്ളതാണ്. ലാസ്റ്റാണ് ത്വക്ക്, സ്കിന്ന് വരുന്നത്. ഈ സ്കിന്നിൻ്റെ ധർമ്മം മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. നോക്കൂ നിങ്ങളെ. ഫങ്ഷൻസ് ഓഫ് സ്കിന്ന്. സ്കിന്ന് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റ് അവർ ബോഡി. സ്കിന്നെന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ശരീരത്തെ തൊലിയല്ലേ. തൊലി എന്ന് വെച്ചാൽ എന്താ? ത്വക്ക് അല്ലേ. ത്വക്ക് ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഇതല്ലേ. ദ സ്കിന്ന് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റ് അവർ ബോഡി. ത്വക്ക് ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. ഇറ്റ് പ്രിവെൻറ്റ് പാത്തോജൻസ് എന്ന് വെച്ചാൽ രോഗാണുക്കളാണ് അല്ലേ. ഇറ്റ് പ്രിവെൻറ്റ് പാത്തോജൻസ് ഫ്രം എൻ്ററിങ് ദ ബോഡി. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ കടക്കാതെ നമ്മളെ എന്താ? നമ്മുടെ ത്വക്ക് നമ്മളെ സംരക്ഷിക്കുന്നു. സ്കിൻ കൺട്രോൾ ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ ചൂട് നമ്മളെ നിയന്ത്രിക്കുന്നു. ഇറ്റ് എലിമിനേറ്റ് വേസ്റ്റ് ത്രൂ സ്വെറ്റ് എന്ന് വെച്ചാൽ വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളപ്പെടുന്നു. നമ്മൾ ത്വക്കിനെ കുറിച്ചാണ്. ത്വക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 പോയിന്റാണ് പറഞ്ഞിരിക്കുന്നത്. ത്വക്ക് ശരീരത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു, ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ കടക്കാതെ തടയുന്നു, ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നു, അതുപോലെ തന്നെ വിയർപ്പിലൂടെ മാലിന്യത്തെ പുറന്തള്ളപ്പെടുന്നു എന്നീ 4 എണ്ണം മാത്രമാണ് നമ്മൾ ത്വക്കിൻ്റെ ധർമ്മങ്ങൾ പഠിച്ചത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാവുന്നത് ദ സ്കിൻ ഈസ് ഇൻ ദ ലാർജസ്റ്റ് ഓർഗൻസ് ഇൻ ദ ബോഡി. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ത്വക്കാണ് കേട്ടോ. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. വാട്ട് ഷുഡ് ബി ദ കെയർഫുൾ ഓഫ് ദ പ്രൊട്ടക്റ്റിംഗ് ദ സ്കിന്ന്. ത്വക്കിൻ്റെ സംരക്ഷണത്തിന് നാം എന്തെല്ലാം, ഇനി ഇതിനെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും? നമ്മൾ ആദ്യം പഠിച്ചത് ഫംഗ്ഷനാണ് കേട്ടോ. ത്വക്കിൻ്റെ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഫംഗ്ഷനാണ് പഠിച്ചത്. ഇതോ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ഈ തൊലിയെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളെ, സംരക്ഷിക്കാൻ പറ്റും? വി ഷുഡ് കീപ്പ് ദ സ്കിന്ന് ക്ലീൻ അല്ലേ. വി ഷുഡ് ഡ്രിങ്ക് സഫിഷ്യൻറ്റ് വാട്ടർ. വി ഷുഡ് ഇൻക്ലൂഡ് ലീഫി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ അവർ ഡയറ്റ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ഹെൽത്ത് ഓഫ് ദ സ്കിന്ന്. വി ഷുഡ് കീപ്പ് ഇൻ ദ സ്കിന്ന്. ഇംഗ്ലീഷുകാർ ഇത് 3 എണ്ണം എഴുതിയെടുക്കണേ. എന്താ? മലയാളം മീഡിയക്കാർ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങൾ?
കുഞ്ഞുങ്ങളെ നോക്കിക്കേ, ത്വക്ക് വൃത്തിയായി സൂക്ഷിക്കണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ രാവിലെയും വൈകിട്ടും കുളിക്കണമെന്നാണ് കേട്ടോ. ത്വക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ആവശ്യത്തിന് വെള്ളം കുടിക്കണം, എങ്കിലേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, വിയർക്കത്തുള്ളൂ. വിയർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പകുതി വേസ്റ്റൊക്കെ അല്ലേ പുറന്തള്ളപ്പെടുമെന്ന്. ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികളായ പഴങ്ങളും പച്ചക്കറികൾ, ഇലക്കറികൾ, ഫ്രൂട്ട്സ് ഇങ്ങനെയൊക്കെ ഉള്ളത്, അത് തന്നെ പഴങ്ങൾ എന്നിവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അതിൻ്റെ ലെറ്റേഴ്സസ് അല്ലെങ്കിൽ വിലയിരുത്താമുള്ളതിൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നോക്കൂ നിങ്ങളെ. നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ട് ആൻസർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒന്നാമത്തെ ലെറ്റേഴ്സസിൻ്റെ ആൻസറാണ് ഡ്യൂറിങ് സമ്മർ പീപ്പിൾ സ്വെറ്റ് എക്സസീവ്ലി അല്ലേ. ദീസ് ലെഡ് ടു ഡീഹൈഡ്രേഷൻസ് ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ. സൺബേൺ ആൾസോ മേ ഒക്വയർ ടു സ്കിൻ. സോ റെസ്ട്രിക്ഷൻസ് ആർ ദെയർ ഇൻ വർക്കിംഗ് ഹവേഴ്സ് ഡ്യൂറിങ് എക്സ്ട്രീം സമ്മർ. ഇംഗ്ലീഷ് മീഡിയക്കാർ ലെറ്റേഴ്സസിൻ്റെ ഒന്നാമത്തെ ആൻസറായത് കേട്ടോ. അതിൻ്റെ മലയാളം എന്താ നോക്കിക്കേ. നമ്മൾ വേനൽക്കാലത്ത് ആൾക്കാർ കൂടുതൽ വിയർക്കുന്നുണ്ട്. ഇത് ധാരാളം ജലം നഷ്ടമാകാനിടയാവുന്നു. മാത്രമല്ല നമുക്കിപ്പോൾ സൂര്യാഘാതം പോലെ ഉള്ളവയ്ക്ക് ഇത് കാരണമാകുന്നു അല്ലേ. ഇപ്പോൾ കൂടുതൽ വെയിൽ കൊണ്ടാൽ സൂര്യാഘാതം ഏൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താ, അതിനാൽ നമ്മൾ വേനൽക്കാലത്തെ ജോലി ചെയ്യുന്നതിൻ്റെ ചില നിബന്ധനകൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. രാവിലെ നമ്മൾ അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് രാവിലെ 8 മണി തൊട്ട് 11 മണി വരെയും അതുപോലെ തന്നെ വൈകിട്ട് 4 മണി തൊട്ട് അങ്ങനെ ഒരു ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ രണ്ടാമത്തെ നോക്കൂ നിങ്ങളെ, സൈറ്റ് അല്ലേ. ഒന്നാമത്തെ സൈറ്റ് അല്ലെങ്കിൽ കാഴ്ച ഏതൊക്കെയാണ്? നിറം, കളറ്, അതുപോലെ സൈസ്, വലിപ്പം, ഷേപ്പ് കേട്ടോ. ഇത് 3 ഏതാ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട. ഹിയറിങ് അല്ലെങ്കിൽ കേൾവി, എന്താണ് കേൾവി, പൊസിഷൻ, അതുപോലെ ലൗഡ്നെസ് ഉച്ചത, ക്ലാരിറ്റി നല്ല വ്യക്തത, ഇത് എന്താണ് ഹിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ടച്ച് സ്പർശനമായിട്ട് ഏതാ സൈസ് അല്ല വലിപ്പം, ഷേപ്പ് ആകൃതി, ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസ് ചൂടും തണുപ്പും നമുക്ക് എന്താ സ്പർശനത്തിലൂടെ അറിയാം. ഷേപ്പ് അറിയാം, വലിപ്പം അറിയാം അല്ലേ. കേൾവി കൊണ്ടോ നമുക്ക് ക്ലാരിറ്റി അല്ലേ, നല്ല ലൗഡ്നെസ്, പൊസിഷൻ, സൈറ്റ് കാണുന്നത് നമുക്ക് എന്താ വലിപ്പവും കളറും ഒക്കെ നമുക്ക് എന്താ ഈ സൈറ്റ് കാണാൻ പറ്റുമെന്ന് കേട്ടോ. അടുത്ത മൂന്നാമത്തെ ലെറ്റസസ് അല്ലെങ്കിൽ വിലയിരുത്താമുള്ളതിൻ്റെയാണ്. അതിനകത്തിൽ പൂച്ചയെക്കുറിച്ച്, പൂച്ചയുടെ എന്താ കുഞ്ഞുങ്ങളെ അതിൻ്റെ മീശയാണ്. മീശ എന്ന് വെച്ചാൽ എന്താ വിസ്കേഴ്സ് അല്ലേ. ചുറ്റുപാടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ടു ഗെറ്റ് ഇൻഫർമേഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ് കേട്ടോ പൂച്ച. അതുപോലെ തന്നെ എലിഫൻറ്റിൻ്റെ എന്താണ് അതിൻ്റെ തുമ്പിക്കൈയാണ് കേട്ടോ. പ്രൊബോസിസ് ശ്വസിക്കുക, ഭക്ഷണം എടുക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ പൊക്കിയെടുക്കുക, ഇതെല്ലാം എന്താണ് അതിൻ്റെ തുമ്പിക്കൈ വെച്ചാണ് കേട്ടോ. ശ്വസിക്കുക, ഭക്ഷണം കഴിക്കുക. ടു ബ്രീത്ത്, ടു ഫീഡ്, ടു ഹാൻഡിൽ ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ മോസ്കിറ്റോയുടെ എന്താ മേപ്പോട്ടൊരു കമ്പ് പോലെ ഇരിക്കുന്നില്ലേ, അത് ആൻറ്റിനയാണ് കേട്ടോ. ആൻറ്റിന പരിസരത്തെക്കുറിച്ച് തിരിച്ചറിയാൻ, പരിസരത്തെക്കുറിച്ച് ടു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ സറൗണ്ടിങ്, പരിസരത്തെക്കുറിച്ച് അറിയാനാണ് ആ ആൻറ്റിന വെച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ നിങ്ങൾ? അപ്പം ലെറ്റസസിനകത്തിലെ 3 ക്വസ്റ്റ്യൻ ആൻസർ ആണത്. ഈ ചാപ്റ്ററിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് എഴുതിയിട്ട് നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയണം. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണേ. നല്ലതാണെങ്കിലും പന്നലാണെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ കുഞ്ഞുങ്ങളെ. ഓക്കെ, താങ്ക് യു.